ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 73-74 ഭരണഘടനാ ഭേദഗതി, ദേശീയ പട്ടികജാതി കമ്മീഷൻ മൗലിക കർത്തവ്യങ്ങൾ, ഈ ഭാഗം നമുക്ക് ഒരു മണിക്കൂറിനുള്ളിൽ കവർ ചെയ്യാം. ഇന്നൊക്കെയുള്ള ഈ അടുത്ത കാലത്ത് വന്ന ചോദ്യങ്ങൾ, മുൻകാല ചോദ്യങ്ങളുടെ അനുബന്ധ വസ്തുക്കളുമാണ് നമ്മളത് പഠിക്കുന്നത്. പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അപ്പം ആദ്യം വരുന്ന ഒന്ന് എന്ന് പറയുന്നത് ചോദ്യം നമുക്ക് നോക്കാം. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ചോദ്യം വരുമ്പോൾ നമുക്കറിയാം ചുവടെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്. 73-ാം ഭരണഘടനാ ഭേദഗതി ചെറു ഭരണഘടനാ ഭേദഗതി എന്നറിയപ്പെടുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം 73-ാം ഭരണഘടനാ ഭേദഗതിയല്ല, 42-ാം ഭരണഘടനാ ഭേദഗതിയാണ് ചെറു ഭരണഘടനാ ഭേദഗതി എന്നറിയപ്പെടുന്നത്. നോക്കൂ, പലരും പറയുന്നത് ഇത് ആവർത്തിച്ചു വരുന്നു, ഈ ചോദ്യങ്ങൾ ആവർത്തിച്ചു വരുന്നു. ഇപ്പം 42-ാം ഭരണഘടനാ ഭേദഗതി അത് അത്ര വളരെ പ്രധാനപ്പെട്ടതാണ്. മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. 74-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നഗരപാലിക സമ്പ്രദായം കൊണ്ടുവന്നു. നഗരപാലിക ബില്ല് വരുന്നത് 74-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. നമ്മൾ റിട്ടിനെ കുറിച്ച് പഠിക്കുമ്പോൾ പഠിച്ചു, സുപ്രീം കോടതിയുടെ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം 32ആണ്. അതേസമയം അത് സംസ്ഥാന ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം 226ആണ്. അപ്പം നമ്മൾ ഇന്ന് ഈ ഭാഗത്ത് നിന്ന് തുടങ്ങാം. അതിൽ ആദ്യം നമുക്ക് അറിയാം ഇത് 2ഉം 3ഉമാണ് ശരി. അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ എന്നായിട്ട് വരിക എ ആണ്. ഓൺലി 2 and 3 എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇപ്പം 42-ാം ഭരണഘടനാ ഭേദഗതി, 42-ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. 42-ാം ഭരണഘടനാ ഭേദഗതി, ആ 42-ാം ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് നമ്മൾ മുന്നേ പഠിച്ചതുകൊണ്ട് ഞാൻ ചെറുതായിട്ടേ പറയാൻ പോകുന്നുള്ളൂ. വളരെ പ്രധാനപ്പെട്ടതാണ്, മുന്നത്തെ ക്ലാസ്സുകൾ കാണണം. ആ 42-ാം ഭരണഘടനാ ഭേദഗതി ചെറു ഭരണഘടനാ ഭേദഗതി അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നുണ്ട്. ചെറു ഭരണഘടനാ ഭേദഗതി ആമുഖം ആദ്യമായിട്ട് ഭേദഗതി ചെയ്യപ്പെട്ടത്, ആമുഖത്തിനൊരു ഭേദഗതി വരുന്നത് ഇതിലൂടെയാണ്. ആമുഖം ഒരേ ഒരു തവണയെ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അത് ഈ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. സോഷ്യലിസ്റ്റ്, അതായത് മതേതരത്വ, സ്ഥിതി സമത്വ എന്ന് പറയുന്ന 2 വാക്കുകൾ ഇതിൽ കൂട്ടിച്ചേർക്കപ്പെടുന്നത് ഈ 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ലിസ്റ്റുകൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചു, അതെന്താണ് ലിസ്റ്റുകൾ പഠിക്കുമ്പോൾ? ആ ലിസ്റ്റുകൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചു 5 കാര്യങ്ങൾ, 5 വിഷയങ്ങൾ. ആ 5 വിഷയങ്ങൾ എവിടെ നിന്ന്? സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് ഭേദഗതി മാറ്റിയിട്ടുണ്ട് ഈ ഭരണഘടനാ ഭേദഗതിയിലൂടെ. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് 42-ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. ഇപ്പം 42-ാം ഭരണഘടനാ ഭേദഗതി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അവിടെ അനുച്ഛേദം 32ആണ്. അനുച്ഛേദം 32 പ്രകാരം എന്ത് ചെയ്യാം? അനുച്ഛേദം 32 പ്രകാരം റിട്ട് പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. അനുച്ഛേദം 226 പ്രകാരം ഹൈക്കോടതികൾക്കും റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം 5 റിട്ടുകൾ അല്ലേ, അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി 73-74 ഭരണഘടനാ ഭേദഗതിയാണ്. അതിൽ 74-ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് തീർച്ചയായിട്ടും നഗരപാലിക ബില്ലാണ്. ഇനി നമുക്ക് 73-74 ഭരണഘടനാ ഭേദഗതി അത് നമുക്കൊന്ന് വിശദമായി പഠിക്കണം. നമ്മൾ ഈ അടുത്തൊന്നും അതിനെക്കുറിച്ച് പറയാത്തത് കൊണ്ട് നമുക്ക് അവിടേക്ക് പോകാം. 73-ാം ഭരണഘടനാ ഭേദഗതി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ ഭേദഗതിയാണ്. 73-ാം ഭരണഘടനാ ഭേദഗതി ഏതുമായി ബന്ധപ്പെട്ടതാണ്? അത് പഞ്ചായത്ത് ആക്ട് നിയമം എന്നാണ് പിന്നീട് ഈ ഭേദഗതി നിയമമായി വന്നപ്പോൾ വന്നത്. പഞ്ചായത്ത് എന്താണ് ആക്ട് അഥവാ പഞ്ചായത്ത് ആക്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് വരുമ്പോഴുള്ള പ്രധാനമന്ത്രി ആരാണ് ചോദിക്കാറുണ്ട്. 73-ാം ഭരണഘടനാ ഭേദഗതി വരുന്നത് 1992-ലാണ്. അന്നത്തെ പ്രധാനമന്ത്രി PV നരസിംഹറാവു ആണ്. നമുക്കറിയാം ഈ PV നരസിംഹറാവു തന്നെയാണ്. മറ്റൊരു ചോദ്യം വരാറുണ്ട്,
1991 ആണ് എന്ത് വരുന്നത്? നമ്മുടെ നാട്ടിൽ ഒരു ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം, അതുപോലെ തന്നെ ലിബറലൈസേഷൻ, അല്ലേ? LPG ലിബറലൈസേഷൻ, സ്വകാര്യവൽക്കരണം, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഉദാരവൽക്കരണം, അങ്ങനെ പുത്തൻ സാമ്പത്തിക നയങ്ങൾ 1991 നടക്കുമ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി PV നരസിംഹറാവു ആണ് എന്നും, അല്ലേ? അതുപോലെ തന്നെ അന്നത്തെ ധനമന്ത്രി മൻമോഹൻ സിംഗ് ആണ് എന്നും ഒരു ചോദ്യം വരാറുണ്ട്. അപ്പൊ 91 ആരാണ്? നരസിംഹറാവു ആണ്. 92 നരസിംഹറാവു ആണ്. 92 73ാം ഭരണഘടനാ ഭേദഗതി വരുന്നത്, പഞ്ചായത്ത് ആക്ട്. പ്രധാനമന്ത്രി PV നരസിംഹറാവു ആണ്. രാഷ്ട്രപതി ആരാണെന്ന് ചോദിക്കും. അന്നത്തെ രാഷ്ട്രപതി ശങ്കർ ദയാൽ ശർമ്മയാണ്. ഈ ഭേദഗതി വരുമ്പോൾ 1992 ഇത് വരുന്നത്. ഇത് പഞ്ചായത്ത് ആക്ട് രാജ് നിയമം എന്നാണ് 73ാം ഭരണഘടനാ ഭേദഗതി വരുന്നത്. എന്താണ് 73ാം ഭരണഘടനാ ഭേദഗതിയുടെ പ്രത്യേകത? 73ാം ഭരണഘടനാ ഭേദഗതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അത് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകി. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് എന്തു നൽകുന്നു? ഭരണഘടനാ സാധുത നൽകി. ഭരണഘടനാ സാധുത. ഇപ്പൊ പഞ്ചായത്ത് ഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകിയ, ഭരണഘടനയിൽ അത് എന്ത് ചെയ്യുന്നു? ആ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ, ത്രിതല പഞ്ചായത്തുകൾക്ക് ഭരണഘടനാ സാധുത നൽകുന്ന ഭേദഗതികളാണ് 73ഉം 74ഉം ഭരണഘടനാ ഭേദഗതികൾ. 73ാം ഭേദഗതിയാണ് പഞ്ചായത്ത് രാജ്. ആ 73ാം ഭേദഗതിയിലൂടെയാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനം വരുന്നത്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവ. അവിടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആർട്ടിക്കിളുകളുണ്ട്. കൂട്ടിച്ചേർക്കപ്പെട്ട ആർട്ടിക്കിളുകൾ ഏതെല്ലാമാണ്? 243 മുതൽ 243 ഓ വരെ കൂട്ടിച്ചേർക്കപ്പെട്ടു. സോ 243 എന്നോർക്കുക. പഞ്ചായത്ത് രാജ് ആക്ട് വന്നതോടുകൂടി ഭരണഘടനയിൽ 2, 4, 3 നോക്കൂ, 3 പഞ്ചായത്ത്, ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ്. അതിൽ 3 എണ്ണമാണ്. ആ 3 അവസാനം നിർത്തുക. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള 2ഉം 4ഉം ചേർക്കുക. പഞ്ചായത്ത് സ്ഥാപനങ്ങൾ ഏത് പട്ടികയിൽ വെട്ടിച്ചേർപ്പു? ഭരണഘടനയുടെ ഭാഗം 9ലാണ്, പട്ടികയല്ല, ഭാഗം 9ൽ കൂട്ടിച്ചേർക്കപ്പെട്ടു. ഓക്കെ, ഈ ഭാഗം 9 ഓർക്കുമ്പോൾ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങൾ ഒന്നുകൂടി ഓർത്തിരിക്കണം. ഭാഗം 1, ഭാഗം 1 ഏതാണ് ഭാഗം 1? അത് ആമുഖമാണ്. ഭാഗം അതുപോലെ തന്നെ 3 നിരന്തരം ചോദിക്കുന്നതാണ്, മൗലികാവകാശമാണ്. ഭാഗം 4 ഏതാണ്? നിർദ്ദേശക തത്വങ്ങളാണ്. ഇന്ന് നമ്മൾ നിർദ്ദേശക തത്വമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി വരുന്നത് ഭാഗം 4A, അത് നമ്മൾ ഇന്ന് പഠിക്കും. ഭാഗം 4A എന്ന് പറയുന്നത് ഏതാണ്? മൗലിക കർത്തവ്യങ്ങളാണ്. മൗലിക കർത്തവ്യം അത് നമ്മൾ ഇന്ന് പഠിക്കും. അപ്പൊ ഭാഗം 9ൽ കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. 11ാം പട്ടികയിൽ, മറ്റേ 9ാം ഭാഗത്തിലാണ് കൂട്ടിച്ചേർക്കപ്പെടുന്നത്. 9ാം ഭാഗത്താണ് ഇത് കൂട്ടിച്ചേർക്കപ്പെടുന്നത്. ഏതാ പട്ടിക? പട്ടിക എന്ന് പറയുന്നത് 11ാമത്തെ പട്ടികയാണ്. 11ാമത്തെ പട്ടികയാണ്. സോ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ചില നമ്പറുകൾ. 73 നോക്കൂ, 3 എന്താണ്? 3 ഏത് വരുന്നത്? ആ 73 എന്ന് വരുമ്പോൾ ഓർക്കുക, ആ 3 ഏത് വരുന്നത്? ഭരണഘടനാ ഭേദഗതി. 3 ത്രിതല സംവിധാനങ്ങളാണ്. 3 എത്ര സംവിധാനങ്ങളാണ്? ത്രിതല സംവിധാനങ്ങളാണ്. 1992 ഇത് വരുന്നത്. 1992 243 ആർട്ടിക്കിൾ കൂട്ടിച്ചേർക്കപ്പെട്ടത്. എത്രാമത്തെ ഭാഗം? ഭാഗം 9. എത്രാമത്തെ പട്ടിക? പട്ടിക 11. നോക്കൂ, എല്ലാം ഏതുമായി നമുക്ക് കണക്ട് ചെയ്ത് ഓർമ്മിക്കാം? 3ഉമായിട്ട് കണക്ട് ചെയ്ത് ഓർമ്മിക്കാം. ആ 3 അവസാനം നിർത്തിയാൽ, 3ന് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള 2, 4നെ പിടിച്ച് നിർത്തിയാൽ നമുക്ക് ഭരണഘടനാ ഭേദഗതിയായി. 3ന്റെ വർഗമായിട്ടുള്ള 9 അതിൻ്റെ എന്തെന്ന് പറയുന്നത്? ഭാഗം എന്ന് പറയുന്നത്. പട്ടിക എന്ന് പറയുന്നത് അതിനോട് 2 കൂടി ചേർത്ത 11.
1992 നിലവിൽ വരുന്നത്. 1991 വർഷങ്ങൾ ഓർക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം ഏതാണ്? 1991 സാമ്പത്തിക നയം വരുന്നത്, പുത്തൻ സാമ്പത്തിക നയം വരുന്നത്. 1992 പഞ്ചായത്ത് രാജ് ആക്ട് വരുന്നത്. ഓക്കെ, അത് രണ്ടും തന്നെ നരസിംഹറാവു ഗവൺമെന്റിന്റെ കാലത്താണ്. ഓർക്കാമല്ലോ. ഓക്കെ, അപ്പൊ ത്രിതല പഞ്ചായത്ത് സംവിധാനം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതും കൂടി ഓർത്തിരിക്കണം. ഈ സംവിധാനം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഈ സംവിധാനം അറിയപ്പെടുന്നത് ത്രിതല പഞ്ചായത്ത് സംവിധാനം എന്ന പേരിലാണ്. ത്രിതല പഞ്ചായത്തിൽ ഏതെല്ലാം ഉണ്ട്? ത്രിതല പഞ്ചായത്തിൽ വരുന്നത് ഗ്രാമം, ബ്ലോക്ക്, ജില്ല. 73-ാം ഭരണഘടനാ ഭേദഗതി മനസ്സിലായല്ലോ. 73-ാം ഭരണഘടനാ ഭേദഗതിയിൽ നിന്ന് PSCയിൽ സ്ഥിരമായി ചോദിക്കുന്ന, ആവർത്തിച്ചു വന്ന ചോദ്യങ്ങൾ. എത്രാമത്തെ ഭേദഗതി? പഞ്ചായത്ത് രാജ് ആക്ട്, 73-ാം ഭരണഘടനാ ഭേദഗതി. കൂട്ടിച്ചേർക്കപ്പെട്ടത് 243 O വരെ. ആ ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് ആ 3ന്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള 2, 4 × 243. ആ 3ന്റെ വർഗമായിട്ടുള്ള 9 ഭാഗം 9. ഏതാണ് പട്ടിക? പട്ടിക 11. ഏതാണ് കൊല്ലം? 1992. ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ്. അപ്പോൾ ഇത് നഗരപാലിക നിയമം എന്ന് അറിയപ്പെടുന്നു. ഇനി മുനിസിപ്പാലിറ്റി ആക്ട്. മുനിസിപ്പാലിറ്റി ആക്ട് അഥവാ നഗരപാലിക നിയമം. നഗരപാലിക നിയമം, അതുമായി ബന്ധപ്പെട്ട് നമുക്കൊന്ന് വളരെ എളുപ്പത്തിൽ പഠിച്ചു പോകാം. ആർട്ടിക്കിൾ 243 O വരെയാണ് പഞ്ചായത്തിൽ നമ്മൾ കൂട്ടിച്ചേർക്കപ്പെട്ടത് അല്ലേ? 243 O വരെയാണ് എന്ത് വരെ കൂട്ടിച്ചേർക്കപ്പെട്ടത്? പഞ്ചായത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടത്, പഞ്ചായത്തിൽ ആർട്ടിക്കിൾ കൂട്ടിച്ചേർക്കപ്പെട്ടത്. ആ O കഴിഞ്ഞാൽ പിന്നെ ആരാണ്? അത് 243 ഏതാണ്? P ആണ്. 243 P മുതൽ 243 സെറ്റ് G വരെ ഗ്രാമപഞ്ചായത്ത് ഓർക്കുക. സെറ്റ് G മുനിസിപ്പാലിറ്റിനെ കുറിച്ചാണ് ഓർക്കെങ്കിലും ആ G ഓർക്കുമ്പോൾ സെറ്റ് G, സെറ്റും കഴിഞ്ഞ് സെറ്റ് A, സെറ്റ് B, സെറ്റ് C, സെറ്റ് G അതുവരെ പോയി. അത് ഗ്രാമപഞ്ചായത്ത് ഓർക്കുക. അതുവരെ കൂട്ടിച്ചേർക്കപ്പെട്ടു. 12ാമത്തെ ഭരണഘടനാ പട്ടികയാണ്. ആർട്ടിക്കിൾ 11 പഞ്ചായത്ത്. പഞ്ചായത്ത് വരുന്നത് 11 ആണെങ്കിൽ പട്ടിക ഇവിടെ നഗരപാലിക ബില്ല് വരുന്നത് 12. ഭരണഘടനാ ഭേദഗതി 73 ആണെങ്കിൽ ഇവിടെ വരുന്നത് അത് എത്രയാണ്? 74. 12ാം പട്ടിക ഭരണഘടനാ ഭേദഗതിയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു. പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളിൽ സംവരണം നടപ്പിലാക്കപ്പെടുന്നുണ്ട്. പിന്നീട് പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളിൽ പിന്നീട് സംവരണം നടപ്പിലാക്കപ്പെടുന്നുണ്ട്. സോ ഭാഗം 9A ആണ്. പഞ്ചായത്ത് 9 ആണെങ്കിൽ ഭാഗം 9A ആണ് നഗരപാലിക ബില്ല് എന്ന് പറയുന്നത്. അപ്പൊ നഗരപാലിക ബില്ലും പഞ്ചായത്ത് നിയമവും തമ്മിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. പഞ്ചായത്ത്, നഗരപാലിക ബില്ല് വന്ന കൊല്ലം രണ്ടും 1992 തന്നെ, നരസിംഹറാവു തന്നെ. ഭേദഗതികൾ ഇവിടെ 73, ഇവിടെ 74-ാം ഭേദഗതി. കൂട്ടിച്ചേർക്കപ്പെട്ടത് 243 O വരെ. ഇവിടെയോ 243 P തൊട്ട് 243 സെറ്റ് G വരെ. എത്ര എളുപ്പമായിട്ട് നമുക്ക് പോകുന്നു. ആ O എന്ന് ഓർക്കാൻ ഇവിടെ ഉണ്ട് P, ഇവിടെ പഞ്ചായത്ത്, ഇവിടെ ഗ്രാമം. അത് ഓർത്തു വെച്ചാൽ മതി. അതിന് തൊട്ട് മുന്നേയുള്ള O ആണ് ഇവിടെ വരുന്നത്. അപ്പൊ നഗരപാലിക ബില്ലിലാണ് പഞ്ചായത്തും ഗ്രാമവും നമ്മൾ ഓർക്കേണ്ടത്. വിരുദ്ധമായിട്ടാണ് ഓർക്കേണ്ടത്. അങ്ങനെയും ഓർക്കാൻ പറ്റും നമുക്ക്. അപ്പൊ 243 സെറ്റ് G നഗരപാലിക ബില്ല്. പട്ടിക ഇവിടെ 9 ആണെങ്കിൽ ഇവിടെ ഭാഗം 9 ആണെങ്കിൽ ഇവിടെ 9A. ഇവിടെ പട്ടിക 11 ആണെങ്കിൽ ഇവിടെ പട്ടിക 12. സോ സിമ്പിളായി രണ്ടും കൂടി കണക്ട് ചെയ്താൽ എല്ലാം നമുക്ക് നമ്മുടെ കയ്യിൽ വരും. ഓക്കെ, ഇനി 42ാം ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് ഞാൻ പറഞ്ഞു. അനുച്ഛേദം 32 കുറിച്ചും നമ്മൾ പറഞ്ഞു. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. അടുത്ത ചോദ്യം വരുമ്പോൾ പട്ടികജാതിക്കാർക്കുള്ള ദേശീയ കമ്മീഷൻ, അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യത്തിലേക്ക് വരാം. പട്ടികജാതിക്കാർക്കുള്ള ദേശീയ കമ്മീഷൻ ചോദ്യം എടുക്കട്ടെ.
പട്ടികജാതിക്കാർക്കുള്ള ദേശീയ കമ്മീഷൻ. അതുമായി ബന്ധപ്പെട്ടതാണ്. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പട്ടികജാതിക്കാർക്കുള്ള ദേശീയ കമ്മീഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അവിടെ ആൻസറും ഞാൻ തന്നിട്ടുണ്ട്. ആൻസർ 338 ഒന്ന് വലുതാക്കിയാൽ നിങ്ങൾ കാണും. ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് പട്ടികജാതിക്കാർക്കുള്ള ദേശീയ കമ്മീഷൻ രൂപവൽക്കരിച്ചിട്ടുള്ളത്? അത് 338. പട്ടികജാതിക്കാർക്കുള്ള ദേശീയ കമ്മീഷൻ രൂപവൽക്കരിച്ച ഭരണഘടനയുടെ ഏതാണ് അനുച്ഛേദം? ആർട്ടിക്കിൾ 338. എങ്ങനെ ഓർത്തു വയ്ക്കുക? പട്ടികജാതി. പട്ടികജാതിയിൽ നിങ്ങൾ നോക്കൂ, പട്ടിക ജാതി, അവിടെ ഒരു പട്ടികയിൽ ഒരു 8 ഉണ്ട് അല്ലേ? അട്ടാണ്ട്. പട്ടിക എന്ന് പറഞ്ഞാൽ നോക്കൂ, ഒരു 3 3 ചേർന്നൊരു പട്ടിക. ആ 8 ഇവിടെ 8 ചേർക്കുക. ആ പട്ടികയിൽ 2 3 ഉണ്ട്, ഒരു 8 ഉണ്ട് എന്ന് ഓർക്കുക. അപ്പൊ നമുക്ക് പട്ടികജാതി കമ്മീഷൻ ആർട്ടിക്കിൾ 338. ആർട്ടിക്കിൾ 243 വരെ നമ്മൾ ഇതുവരെ പഠിച്ച ആർട്ടിക്കിളുകൾ ഏതെല്ലാമാണ്? 243 അത് ത്രിതല പഞ്ചായത്ത്, ഈ 3നെ കണക്ട് ചെയ്തിട്ട് 243 വരെ പഞ്ചായത്തും 243 മുതൽ 243 ZG വരെ നഗരപാലിക ബില്ലും. ഇനി ഏതാ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്? ആർട്ടിക്കിൾ 338. അത് പട്ടികജാതി എന്താണ്? പട്ടികജാതി കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ്. പട്ടികജാതി കമ്മീഷൻ രൂപവൽക്കരിക്കപ്പെട്ട പഞ്ചായത്ത് ഭരണഘടനാ ഭേദഗതിയാണ് അല്ലേ? പഞ്ചായത്തിലെ ആർട്ടിക്കിളാണ് ഇത്. ആർട്ടിക്കിളാണ് 338 എന്ന് പറയുന്നത്. ഓക്കെ, 65-ാം ഭരണഘടനാ ഭേദഗതിയാണ്. 65-ാം ഭരണഘടനാ ഭേദഗതി 73-92 65-ാം ഭരണഘടനാ ഭേദഗതി 1990 എന്നോർക്കുക. 65-ാം ഭരണഘടനാ ഭേദഗതി 1990. എന്തായിരുന്നു ഈ ഭരണഘടനാ ഭേദഗതി? ഒറ്റ അംഗത്തിന് പകരം പട്ടികജാതി പട്ടികവർഗ ബഹു അംഗ ദേശീയ കമ്മീഷൻ രൂപവൽക്കരിച്ചു. ഈ 1990 65-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്ത് പകരത്തിന് പകരം? ഒറ്റ അംഗമുള്ള പട്ടികജാതി കമ്മീഷന് പകരം എന്തായി മാറി? ബഹു അംഗ ദേശീയ കമ്മീഷൻ രൂപവൽക്കരിച്ചു. ബഹു അംഗ ദേശീയ കമ്മീഷൻ രൂപവൽക്കരിച്ചു. സോ 2443 ആർട്ടിക്കിൾ 338 പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ. 1990 എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി? 65-ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം 1990 65-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഒറ്റ അംഗമുള്ള കമ്മീഷന് പകരം ബഹു അംഗ പട്ടികജാതി ദേശീയ കമ്മീഷൻ രൂപവൽക്കരിച്ചു. ബഹുജാതി പട്ടികജാതി പട്ടികവർഗ ദേശീയ കമ്മീഷനാണ്. പട്ടികജാതി പട്ടികവർഗ ദേശീയ കമ്മീഷൻ രൂപവൽക്കരിച്ചു. അത് ഓർത്തിരിക്കണം. ബഹു അംഗ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ. അപ്പൊ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചോദിക്കാറുണ്ട്. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ, ബഹു അംഗ കമ്മീഷൻ, അത് നിലവിൽ വരുന്നത് ഏതാണ്? അത് 65-ാം ഭരണഘടനാ ഭേദഗതിയാണ്. 1990 ഇനി പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് 338. അത് കഴിഞ്ഞാൽ 65 കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഓർത്തിരിക്കേണ്ട മറ്റൊരു ഭേദഗതിയാണ് 89-ാം ഭരണഘടനാ ഭേദഗതി 2003. ഈ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ 2ആയിട്ട് വിഭജിച്ചു. ആ 2ആയിട്ട് വിഭജിച്ചതിലാണ് അനുച്ഛേദം 338
പട്ടികജാതിക്കാർക്കുള്ള ദേശീയ കമ്മീഷൻ വരുന്നു. അനുച്ഛേദം 338 പട്ടികജാതിക്കാർക്കുള്ള ദേശീയ കമ്മീഷൻ വരുന്നു. അനുച്ഛേദം 338A പട്ടികവർഗക്കാർക്കുള്ള ദേശീയ കമ്മീഷൻ വരുന്നു. സോ പട്ടികജാതി പട്ടികവർഗ ദേശീയ കമ്മീഷൻ. ആ പട്ടികജാതി പട്ടികവർഗ ദേശീയ കമ്മീഷൻ വരുന്നത് 65-ാം ഭരണഘടനാ ഭേദഗതി. ആ 65-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. 65-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഒറ്റ അംഗ കമ്മീഷനു പകരം ബഹു അംഗ ദേശീയ കമ്മീഷൻ രൂപവൽക്കരിക്കുകയാണ്. 1990-ലാണ്. 1990-ലാണ്. 1990-ൽ നിലവിൽ വരുന്ന ഈ കമ്മീഷൻ എന്ന് പറയുന്നത് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനാണ്. അത് ബഹു അംഗ കമ്മീഷനാണ്. എന്നാൽ 2003-ൽ 89-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആ കമ്മീഷനെ രണ്ടായിട്ട് വിഭജിക്കുന്നു. അതിലാണ് പട്ടികജാതി കമ്മീഷൻ 338-ഉം 338A പട്ടികവർഗ കമ്മീഷനുമായിട്ട് മാറുന്നത്. സോ ഇവിടുത്തെ നമ്പറുകൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഈ നമ്പറുകൾ ഏതെല്ലാമാണ്? 65-90 സിമ്പിളാണ്. ഇത് ഭരണഘടനാ ഭേദഗതിയാണ്. ഇത് വർഷമാണ്. 65-90. ആ 65-90 എന്ന് പറഞ്ഞാൽ ബഹു അംഗ കമ്മീഷൻ വരുന്നു. ആ ബഹു അംഗ കമ്മീഷൻ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യുന്നു. അത് പട്ടികജാതി കമ്മീഷനുമാകുന്നു, പട്ടികവർഗ കമ്മീഷനുമാകുന്നു. അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 338-ഉം 338A. ഇത് രണ്ടും വരുന്നത് 2003-ലെ എത്രാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 89-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. 89 ഭരണഘടനാ ഭേദഗതി. ഇനി ഇതിന്റെ ഘടനയാണ് സാധാരണയായിട്ട് PSC ചോദിക്കാറ്. ഇതിന്റെ ഘടന. അപ്പോ കമ്മീഷന്റെ ഘടന, ആ ഘടന എന്ന് പറയുന്നത് ഒരു ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും, ഒരു വൈസ് ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും, മറ്റ് 3 അംഗങ്ങളും ഉണ്ടായിരിക്കും. അങ്ങനെ മൊത്തം 5 അംഗങ്ങളുണ്ട് ഇവിടെ. സോ ഈ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട്? 5 അംഗങ്ങളുണ്ട്. ഒരു ചെയർപേഴ്സൺ ഉണ്ട്, ഒരു വൈസ് ചെയർപേഴ്സൺ ഉണ്ട്, 3 അംഗങ്ങളുണ്ട്. ആരാണ് നിയമിക്കുന്നത്? നിയമനം രാഷ്ട്രപതിയാണ്. അതാരാണെന്ന് ചോദിക്കാറുണ്ട്. നിയമനം ആരാണ്? രാഷ്ട്രപതിയാണ് ഇതിനെ നിയമിക്കുന്നത്. ഇതിന്റെ ഔദ്യോഗിക കാലാവധി 3 വർഷമാണ്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. സോ ഈ കമ്മീഷനെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിനൊരു ചെയർപേഴ്സൺ, ഒരു വൈസ് ചെയർപേഴ്സൺ, മറ്റ് 3 അംഗങ്ങൾ അടക്കം 5 അംഗങ്ങൾ. അതിനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഇനി ചോദിക്കുന്നത് ഇതിന്റെ അധികാരങ്ങളാണ്. കമ്മീഷനുമായി ബന്ധപ്പെട്ട അധികാരങ്ങൾ ചോദിക്കും. അധികാരം എന്താണ്? അധികാരം കമ്മീഷന് സിവിൽ കോടതിയുടെ അധികാരമുണ്ട്. സിവിൽ കോടതിയുടെ അധികാരമുണ്ട്. ഏതൊരാളെയും വിളിച്ചു വരുത്താം. ഏതൊരാളെയും വിളിച്ചു വരുത്താം. രേഖകൾ ആവശ്യപ്പെടാം. രേഖകൾ ആവശ്യപ്പെടാം. മറ്റൊന്ന് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടതാണ്. കമ്മീഷൻ അതിന്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുക രാഷ്ട്രപതിക്കാണ്. വാർഷിക റിപ്പോർട്ട് രാഷ്ട്രപതിക്കാണ്. ഇത് പട്ടികജാതി കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത്. വാർഷിക റിപ്പോർട്ട് രാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതി അത് 2 പാർലമെന്റിലും വെക്കണം. 2 പാർലമെന്റിലും വെക്കണം. 2 പാർലമെന്റിലും രാഷ്ട്രപതി വെക്കണം. അപ്പൊ കമ്മീഷന് സിവിൽ കോടതിയുടെ അധികാരമുണ്ട്. കമ്മീഷന് ഏതൊരാളെയും വിളിച്ചു വരുത്താം, വിവരങ്ങൾ ആവശ്യപ്പെടാം. അതുപോലെ തന്നെ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കും. അത് രാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതി അത് 2 പാർലമെന്റുകളിലും വെക്കണം. മറ്റ് പ്രധാനപ്പെട്ട കമ്മീഷനുകൾ, മറ്റ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കമ്മീഷനാണ് ഇത് പട്ടികവർഗ കമ്മീഷൻ. നമ്മൾ നേരത്തെ പഠിച്ച 338A പട്ടികവർഗ കമ്മീഷൻ. നമ്മൾ ഓർക്കണം, അത് 338A ആണ്. മറ്റൊരു കമ്മീഷൻ നിങ്ങൾ ഓർക്കണം,
പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള ദേശീയ കമ്മീഷൻ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ. അപ്പോ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ കൂടാതെ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ഉണ്ട്. ആ പിന്നാക്ക വിഭാഗ കമ്മീഷൻ എന്ന് പറയുന്നത് അനുച്ഛേദം 338B ആണ്. അത് 102-ാം ഭരണഘടനാ ഭേദഗതിയാണ്. 102-ാം ഭരണഘടനാ ഭേദഗതിയാണ്. അപ്പൊ ഭരണഘടനാ ഭേദഗതികൾ ഓർക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ്. 65 ബഹു അംഗ കമ്മീഷൻ, ബഹു അംഗ കമ്മീഷൻ 1990. 2003 എന്തു വരുന്നു? 2003 89-ാം ഭരണഘടനാ ഭേദഗതിയുടെ ദേശീയ പട്ടികജാതി കമ്മീഷനും അതുപോലെ തന്നെ ദേശീയ പട്ടികവർഗ കമ്മീഷനുമായിട്ട് ഇത് സ്പ്ലിറ്റ് ആവുന്നു. അത് കഴിഞ്ഞാൽ 2018 102-ാം ഭരണഘടനാ ഭേദഗതി, അത് പിന്നോക്ക വിഭാഗ കമ്മീഷനാണ്. ഇനി ഇവിടെ ഓർക്കേണ്ടത് ഇതിന്റെ ആർട്ടിക്കിൾ 338, ഇതിന്റെ ആർട്ടിക്കിൾ 338A, ഇതിന്റെ ആർട്ടിക്കിൾ 338B. ഇത് കയ്യിലായില്ലേ? ഇതിന്റെ ആർട്ടിക്കിൾ ഏതാണ്? 338B ആണ് എന്നോർക്കുക. യെസ്. അടുത്തത് വരുമ്പോ നമുക്കറിയാം പട്ടികവർഗ കമ്മീഷൻ നമ്മൾ പഠിച്ചു 338 ആണ്. പിന്നോക്ക വിഭാഗ കമ്മീഷൻ 338B ആണ്. പിന്നീട് ആർട്ടിക്കിൾ 102 വരുന്നുണ്ട്, 338B ആണ്. പട്ടികവർഗ കമ്മീഷൻ 338A ആണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ അധികാരമാണ്. സിവിൽ കോടതിയുടെ അധികാരമുണ്ട്. അതുകൂടാതെ ആരെയും വിളിച്ചു വരുത്താം, റിപ്പോർട്ടുകൾ ആവശ്യപ്പെടാം, വിവരങ്ങൾ ആവശ്യപ്പെടാം. അത് വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതി അത് 2 പാർലമെന്റുകളിലും സമർപ്പിക്കണം. ഇതിന്റെ ഘടന ഒരു ചെയർപേഴ്സൺ, ഒരു വൈസ് ചെയർപേഴ്സൺ കൂടാതെ മറ്റ് 3 അംഗങ്ങൾ, മൊത്തം 5 അംഗങ്ങളാണ് ഇതിന്റെ ഘടനയിലുള്ളത്. 65-ാം ഭരണഘടനാ ഭേദഗതി, അതായത് 1990 നരസിംഹറാവു ഗവൺമെന്റിന്റെ കാലത്ത് അത് ബഹു അംഗ കമ്മീഷനായി മാറുന്നു. ദേശീയ പട്ടികജാതി കമ്മീഷനും ദേശീയ പട്ടികവർഗ കമ്മീഷനുമാകുന്നു. ദേശീയ പട്ടികജാതി കമ്മീഷനുമായി ബന്ധപ്പെട്ട വകുപ്പ് 338, ദേശീയ പട്ടികവർഗ കമ്മീഷനുമായി ബന്ധപ്പെട്ട വകുപ്പ് 338A, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനുമായി ബന്ധപ്പെട്ട വകുപ്പ് 338B. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനുമായി ബന്ധപ്പെട്ട എന്താണ് ഭരണഘടനാ ഭേദഗതി ഏതാണ്? അത് 102 ആണ്. 102 65-ൽ 90-ൽ ബഹു അംഗമാക്കി മാറ്റി പട്ടികജാതി കമ്മീഷനും പട്ടികവർഗ കമ്മീഷനുമാക്കി മാറ്റുന്നത് 89-ാം ഭേദഗതിയിലൂടെയാണ്. 2003-ലെ 83-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഓക്കെ, അത് ഓർക്കുന്നുണ്ടല്ലോ. അപ്പോ അവിടെ നിങ്ങൾ ഓർക്കുക. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. അടുത്ത ചോദ്യം കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് കേട്ടോ, ഒരൊറ്റ മിനിറ്റ്. മെസ്സേജ് ചെക്ക് ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ്. അതൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഞാനൊരു ആളിനായിട്ടൊരു കാര്യം കാത്തിരിക്കുകയാണ്. കിട്ടാത്തതുകൊണ്ട് ക്ലാസ് തുടങ്ങിയതാ. ഒരു മെസ്സേജ് ആണ്ട് അയച്ചപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, അയച്ചു. അപ്പൊ ഇവിടെ കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? എ ഷാജഹാനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ശരിയാണ്, എ ഷാജഹാനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത്.
നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് പ്രധാന ധർമ്മം. ഇത് തെറ്റാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രധാന ചുമതല. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രധാന ചുമതല എന്താണ്? അത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല പഞ്ചായത്തുകളിലേക്ക് എന്താണ് തെരഞ്ഞെടുപ്പ് നടത്തലാണ്. ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നിയമസഭകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുക. ആ വ്യത്യാസം അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ ഇവിടെ 1ഉം 3ഉമാണ് ശരി. അത് വരുന്നത് ഓൺലി 1 and 3 ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായിട്ട് വരുന്നത്. അവിടുത്തെ ഓപ്ഷൻ ഏതാണ്? സി ആണ് അവിടെ ശരിയായ ഓപ്ഷൻ എന്ന് പറയുന്നത്. ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിതമാകുന്ന വർഷം ഓർക്കണം, 1993. സ്ഥാപിതമായത് 1993 ഡിസംബർ 3-നാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ത്രിതല പഞ്ചായത്തിലേക്ക് അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനിലൊക്കെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ട ആളാണ്. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ തന്നെ 3 ഉണ്ട്. ആ 3 ഭാഗ്യത്തിന് ഇവിടെയും വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാലോ, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. ത്രിതല പഞ്ചായത്ത് സംവിധാനം 73ാം ഭരണഘടനാ ഭേദഗതിയാണ്, അവിടെയും 3 ഉണ്ട്. നോക്കൂ. അതുപോലെ തന്നെ നമുക്കറിയാം 243 വരെയാണ് പഞ്ചായത്ത്, 243 പി മുതൽ 243 സെറ്റ് ജി വരെയാണ് എന്തെന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റി, നഗരസഭ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ 3 നല്ല ബന്ധമുണ്ട് എന്ന് ഓർക്കുക. ഈ ഡിസംബർ ആകട്ടെ, നോക്കൂ, നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, 3 വരുന്നുണ്ട്, 9 വരുന്നുണ്ട്. 9 ആണ് എന്തെന്ന് പറയുന്നത്, 9 എന്ന് പറയുന്നതാണ് അതിന്റെ ഭാഗം. 11 എന്ന് പറയുന്നതാണ് പട്ടിക. നിലവിൽ വന്ന മാസം ഡിസംബർ ആണ്, 12 ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ നടത്താൻ വേണ്ടി തന്നെയാണ് ഇത് നിലവിൽ വന്നത്. അപ്പൊ 12 ആണ് ഇവിടെ വരുന്നത്, മാസം 12 ആണ്. അതേ 12 ആണ് എന്തുമായി ബന്ധപ്പെട്ട പട്ടിക? നഗരപാലിക ബില്ലുമായി ബന്ധപ്പെട്ട പട്ടിക. അങ്ങനെ കണക്ട് ചെയ്ത് ഓർമ്മിച്ചു വെച്ചാൽ നമ്മുടെ കയ്യിലേക്ക് വരും. സോ പ്രധാന ചുമതലകൾ എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമല്ലോ, ആ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടം, നേതൃത്വം, നിയന്ത്രണം, വോട്ടർ പട്ടിക, ഇതെല്ലാം തന്നെ ആരുടെ ചുമതലയാണ്? അത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്. അപ്പോ ഏതൊക്കെയുണ്ട്? മേൽനോട്ടമുണ്ട്. മേൽനോട്ടം മാത്രമല്ല, നേതൃത്വമുണ്ട്. അത് മാത്രമല്ല, നിയന്ത്രണമുണ്ട്. അത് മാത്രമല്ല, വോട്ടർ പട്ടികയുണ്ട്. സോ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായിട്ടൊരു വോട്ടർ പട്ടിക ഇറങ്ങും. ഇപ്പൊ ഒരു വോട്ടർ പട്ടിക ഇറങ്ങും. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൻ്റെ വേറൊരു വോട്ടർ പട്ടിക ഇറങ്ങും. ഇപ്പൊ നിയമസഭയ്ക്ക് വേറൊരു വോട്ടർ പട്ടിക ഇറങ്ങും. ഈ വോട്ടർ പട്ടികകൾ ചുമതല ആർക്കാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതിൽ വോട്ടർ പട്ടികയുടെ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടിക തയ്യാറാക്കാനുള്ള ചുമതല ആർക്കാണ്? അത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നോർക്കുക. ബന്ധപ്പെട്ട അനുച്ഛേദം 243 ആണ്. ഈ 243 നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ 243മായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പഞ്ചായത്തുമായി ബന്ധപ്പെട്ട വകുപ്പ് 243 വരെയുണ്ട്. അത് കഴിഞ്ഞാൽ 243 പി മുതൽ 243 സെറ്റ് എ സെറ്റ് ജി വരെ നഗരപാലിക ആണ്. നഗരസഭ അല്ലെങ്കിൽ നഗരപാലിക ബില്ലുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ 243 ആണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെടുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ, അവിടെ തന്നെ നമുക്ക് കണക്ഷനായി 243. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതേ 243 തന്നെയാണ്
എന്ത് വരുന്നത്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുന്നത്. ആ കമ്മീഷന്റെ കെ ഓർത്തു വെച്ചാൽ മതി. അവിടെ നമുക്ക് അത് ഓക്കെ ആയി. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ അനുച്ഛേദം 243 കെ പ്രകാരം, അനുച്ഛേദം 243 കെ പ്രകാരം പഞ്ചായത്തിലേക്ക് സമ്മതിദായക പട്ടിക എന്ന് പറഞ്ഞാൽ വോട്ടർ പട്ടിക, സമ്മതിദായ പട്ടിക തയ്യാറാക്കുക. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ടം, തെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടം. ഓക്കെ. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ ആരാണ് നിയമിക്കുന്നത്? സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണർ ആണ്. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? ഗവർണർ ആണ്. ഇനി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒക്കെ ഗവർണറാണ് നിയമിക്കുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അത് മറ്റൊരാളാണ്. ആ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, ആദ്യത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്ന് ചോദിക്കും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് എന്ന് ചോദിക്കും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത് MS ജോസഫ് ആണ്. MS ജോസഫ്. ഇതാണ് ആദ്യത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. നിലവിൽ A ഷാജഹാനാണ്. നിലവിൽ ആരാണ്? A ഷാജഹാനാണ് നിലവിൽ. അപ്പൊ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. ആദ്യത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ MS ജോസഫ് ആണ്. നിലവിൽ ആരാണ്? A ഷാജഹാനാണ് എന്നോർക്കുക. മറ്റൊന്ന് നമ്മൾ ഓർക്കേണ്ടത് നിയമസഭ ലോകസഭ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തെരഞ്ഞെടുപ്പ്, നിയമസഭ ലോകസഭ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതേസമയം പഞ്ചായത്ത് നഗരം അത് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സോ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, കേന്ദ്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആകുമ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ മാത്രമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കുന്നത്. ഓക്കെ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആദ്യത്തെ ആളാരാ? ജോസഫ്. അതേസമയം കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിലവിൽ ആരാണ്? ഷാജഹാനാണ് എന്നോർക്കുക. നിലവിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഷാജഹാനാണ്. ഇതുമായി ബന്ധപ്പെട്ട വകുപ്പ് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. പഞ്ചായത്ത് നഗരപാലികയുമായി ബന്ധപ്പെട്ട 243. ആ 243 കമ്മീഷൻ എന്നുള്ളതിൽ കെ എന്ന് വരുന്നുണ്ടല്ലോ, സി ആണ് വരിക. പക്ഷെ കെ എന്നോർക്കുക. 243 കെ ആണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട എന്തെന്ന് പറയുന്നത്? ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. 243 O വരെ പഞ്ചായത്താണ്. 243 P തൊട്ടിട്ട് 243 ZG വരെ നഗരസഭ, മുനിസിപ്പാലിറ്റി, അങ്ങനെ നഗരപാലിക ബില്ലുമായി ബന്ധപ്പെട്ടതാണ്. പഞ്ചായത്തിലേക്ക് സമ്മതിദായക പട്ടിക തയ്യാറാക്കലും തെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടം വഹിക്കലും ഒക്കെ തന്നെ ആരാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്, മറന്നുപോകണ്ട. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിതമായതിലും ആ ത്രിതല പഞ്ചായത്തിലെ 3 ഉണ്ട്. 1990-കളിലാണ് ഓർത്തുക. 3ന്റെ മറ്റേ വർഗമാണ് 9. ആ 9 പഞ്ചായത്തുമായി ബന്ധപ്പെട്ട എന്താണ്? ഭാഗമാണ്. ഭാഗം 9-ലാണ് ഈ 73-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം വന്നിട്ടുള്ളത്, ആ ആർട്ടിക്കിൾ വന്നിട്ടുള്ളത്. അപ്പൊ ആ 9 ഓർക്കുക. അപ്പോൾ 9, അതുപോലെ ത്രിതല പഞ്ചായത്തും ഓർക്കുക. 93. ആ 93 വർഷം, തീയതിയും 3. അപ്പൊ കൊല്ലം ഏതാണ്? പട്ടിക 11ഉം 12ഉം ആണല്ലോ. ഏതുമായി ബന്ധപ്പെട്ട പട്ടിക? മറ്റേ പഞ്ചായത്തും നഗരവുമായി ബന്ധപ്പെട്ട പട്ടിക. അതുമായി ബന്ധപ്പെട്ട 12ാമത്തെ മാസവും ഓർത്തിക്കുക. അങ്ങനെയാണെങ്കിൽ 1993 ഡിസംബർ 3-നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുന്നത്. സോ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് നിലവിൽ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മൗലിക കർത്തവ്യങ്ങളാണ്. അതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാം. ഓക്കെ. പിന്നെ അടുത്ത ക്ലാസ്സുമായിട്ട് വരാം. ഇതൊക്കെ ചോദ്യങ്ങളിൽ നിന്നാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്, അല്ലാതെ എൻ്റെ ഇഷ്ടത്തിനല്ല. അതായത് ചോദ്യങ്ങൾ വരുന്നു, ഇപ്പം മുൻകാല ചോദ്യങ്ങൾ നോക്കുന്നു, അത് ആവർത്തിക്കുന്നതിനനുസരിച്ച് ഇതും ആവർത്തിക്കും. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം റിവിഷനും നടക്കും. ഓക്കെ.
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. കുറച്ച് പഠിച്ചുകൊണ്ട് യെസ്, ഇതാണ് ആ ചോദ്യം. ആ ചോദ്യത്തിലേക്ക് പോകാം. നോക്കൂ, മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? 11 മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത്. ശരിയാണ്. എത്ര മൗലിക കർത്തവ്യങ്ങളാണ്? മൗലിക കർത്തവ്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ഈ മൗലിക കർത്തവ്യങ്ങൾ വരുമ്പോൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത്, ശ്രദ്ധിക്കൂ, ആമുഖം ഭാഗം 1 നിരന്തരം ആവർത്തിച്ചു വരുന്നോണ്ടാട്ടെ ഈ പറയണത്. മൗലിക അവകാശം വേറെയാണ്, 6 മൗലികാവകാശം, അത് ഭാഗം 3 ഭരണഘടന നിലവിൽ വരുമ്പോൾ 7 മൗലികാവകാശമായിരുന്നു. ആ 7 മൗലികാവകാശത്തിൽ നിന്ന് പിന്നീട് സ്വത്തവകാശം പോയി. ആ സ്വത്തവകാശം പോയോടുകൂടി ഇത് എന്തായി മാറി? 6 മൗലികാവകാശങ്ങളായി. ഭാഗം 3 അത് കഴിഞ്ഞാൽ നിർദ്ദേശക തത്വം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നിർദ്ദേശക തത്വം ഭാഗം 4 അത് കഴിഞ്ഞാൽ മൗലിക കർത്തവ്യങ്ങൾ, അത് ഭാഗം 4A. എത്ര എണ്ണമാണ്? 11 എണ്ണം. അപ്പോൾ മൗലികാവകാശം 6 എണ്ണം, മൗലിക കർത്തവ്യം 11 എണ്ണം. അങ്ങനെ വരുമ്പോൾ ഇത് കറക്റ്റാണ്. ഏതാണ് കറക്റ്റ് വരുന്നത്? 11 മൗലികാവകാശങ്ങൾ, 11 മൗലിക കർത്തവ്യങ്ങളാണുള്ളത്. അനുച്ഛേദം 51A കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നത്. ശരിയാണ്. അനുച്ഛേദം 51A കർത്തവ്യങ്ങൾ വരുന്നത്. ഭാഗം 4A കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. സോ ഇവിടെ 1ഉം 2ഉം ശരിയായതുകൊണ്ട് ആൾ ഓഫ് ദ എബോവ് ആണ് കറക്റ്റ് ആൻസർ എന്നോർക്കുക. ഇവിടെ ആൾ ഓഫ് ദ എബോവ് ആണ് കറക്റ്റ് ആൻസർ. ഇപ്പം എന്താ മൗലിക കർത്തവ്യങ്ങൾ? മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം നിലവിൽ 11 മൗലിക കർത്തവ്യങ്ങളുണ്ട്. നിലവിൽ എത്ര മൗലിക കർത്തവ്യങ്ങളുണ്ട്? 11 മൗലിക കർത്തവ്യങ്ങളാണ് നിലവിലുള്ളത്. 11 മൗലിക കർത്തവ്യങ്ങളാണ്. മൗലിക കർത്തവ്യങ്ങൾ എത്ര എണ്ണമാണ്? 11 എണ്ണം. ഏതാണ് ഭാഗം? ഭാഗം എന്ന് പറയുന്നത് 4A ആണ്. അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 51A ആണ്. പ്രാബല്യത്തിൽ വന്ന തീയതി 1977 ജനുവരി 3. ഓക്കെ, അപ്പൊ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏത് എന്നുള്ള ചോദ്യത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഏതൊക്കെയാണ്? എത്ര മൗലിക കർത്തവ്യങ്ങളാണ്? മൗലിക കർത്തവ്യങ്ങൾ 11 എണ്ണമാണ്. അത് ഭാഗം 4A നിർദ്ദേശക തത്വം കഴിഞ്ഞ് 4 മൗലിക കർത്തവ്യങ്ങൾ 4A. ഇനി 11 എന്ന് വരുമ്പോൾ തന്നെ അതിന്റെ ആർട്ടിക്കിൾ വരുന്നത് 51. 11, 51 എന്നാ നിലവിൽ വന്നത് അതും 11മായി ബന്ധപ്പെട്ട 77. ഏത് മാസമാ? അതും 11മായി ബന്ധപ്പെട്ടതാണ് 1. പിന്നെ ജനുവരി 3. അപ്പൊ ഇവിടെ വരുന്ന നമ്പറുകൾ നോക്കൂ. 1 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്. 1, 3, 4, 5, 7 എന്നുള്ള നമ്പറുകളുടെ കളിയാണ്. എവിടെയാ വരുന്നത്? പിന്നെ ലെറ്റർ വരുന്നത് A ആണ്. അതിൽ ആദ്യം 11 എണ്ണം, ഭാഗം 4A. ഓക്കെ, അതേസമയം ആർട്ടിക്കിൾ വരുമ്പോൾ അത് 51A. 4 അടുത്ത നമ്പർ 5, 51A. എന്നാൽ ഏത് വർഷമാണ്? 1977 11മായി ബന്ധപ്പെട്ട് നമുക്ക് ഓർക്കാം. 1977 മാസം 1 തന്നെയാണ്, ജനുവരി 1. അതേസമയം എത്രാം തീയതിയാണ്? 3. അപ്പൊ 77-1-3 ഓർത്തു വയ്ക്കാൻ എളുപ്പമല്ലേ? ഇനി നോക്കൂ, ഭരണഘടന ഇതിൽ നിലവിൽ വരുന്ന കൊല്ലം 1977. അവിടെയും വരുന്നു 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇത് വരുന്നത്. 42ാം ഭരണഘടനാ ഭേദഗതിയുടെ പവർ കണ്ടില്ലേ? വെറുതെയാണോ ഇതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്? 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇത് നിലവിൽ വരുന്നത്. 42ാം ഭരണഘടനാ ഭേദഗതിയിൽ ആദ്യം വരുമ്പോൾ 10 എണ്ണമാണ് ഉണ്ടായിരുന്നത്. മൗലിക കർത്തവ്യങ്ങൾ തുടക്കത്തിൽ എത്ര എണ്ണമാണ് ഉണ്ടായിരുന്നത്? 10 മൗലിക കർത്തവ്യങ്ങളാണ് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുന്നത്. ഇത് കൂട്ടിച്ചേർക്കപ്പെടുന്നത് 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. കൂട്ടിച്ചേർക്കപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏതാണ്? 86ാം ഭരണഘടനാ ഭേദഗതി.
അതിലൂടെ 11ാമത്തെ മൗലിക കർത്തവ്യം കൂട്ടിച്ചേർക്കപ്പെട്ടു. 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 11ാമത്തെ മൗലിക കർത്തവ്യം കൂട്ടിച്ചേർത്തു. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്ത്? നിർബന്ധിത വിദ്യാഭ്യാസം. നിർബന്ധിത വിദ്യാഭ്യാസത്തിന് സൗകര്യമൊരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയായി. മൗലിക കടമ. ഓക്കെ, ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലികാവകാശങ്ങൾ വരുന്നത്? മൗലികാവകാശങ്ങൾ വരുന്നത് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലികാവകാശങ്ങൾ വരുന്നത്. എവിടെ നിന്നാ നമ്മൾ ഭരണഘടനയിൽ ഇത് കടമെടുത്തത്? അത് പഴയ USSR അഥവാ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് മൗലിക കടമകൾ എന്നുള്ള ആശയം നമ്മൾ കടമെടുത്തത്. 42ാം ഭരണഘടനാ ഭേദഗതി വരുമ്പോൾ ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി. അതുപോലെ തന്നെ അന്നത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. അന്നത്തെ നിയമമന്ത്രി എന്ന് പറയുന്നത് HR ഗോഖലെ ആണ്. ഓക്കെ, ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ് ഇത് ബാധകം. നോക്കൂ, ഈ മൗലിക അവകാശങ്ങൾ ബാധകം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ്. മൗലിക കർത്തവ്യങ്ങൾ. അതേസമയം മൗലികാവകാശങ്ങളിൽ ചിലത് വിദേശ പൗരന്മാർക്ക് കൂടി ഇന്ത്യയിലുണ്ടെങ്കിൽ ബാധകമാണ്. നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് ജസ്റ്റിഫയബിൾ അല്ല. അതുപോലെ തന്നെ മൗലിക കർത്തവ്യങ്ങളും ജസ്റ്റിഫയബിൾ അല്ല. മൗലിക കർത്തവ്യങ്ങൾ എന്തല്ല? ജസ്റ്റിഫയബിൾ അല്ല, അതല്ലെങ്കിൽ ന്യായവാദാർഹമല്ല. അത് ഓർത്തിരിക്കണം, ജസ്റ്റിഫയബിൾ അല്ല. മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം, PSC പരീക്ഷകൾക്ക് വരുന്നത്, മൗലിക കർത്തവ്യങ്ങൾ നെഗറ്റീവോ പോസിറ്റീവോ ആകാം. മൗലിക കർത്തവ്യങ്ങൾ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആകാം. ഓക്കെ, പരിപൂർണമല്ല. അതുപോലെ തന്നെ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾ പരിപൂർണമല്ല എന്നുകൂടി ഓർത്തിരിക്കുക. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവാറില്ല, അത് ഡിഗ്രിക്കാണ് വരാറ്. ഇത്രയാണ് ചോദിക്കാറുള്ളത്, പോസിറ്റീവോ നെഗറ്റീവോ. രണ്ടും ഗുണകരമായ കാര്യമാണ്. ചിലതിനെ നിഷേധിക്കുന്നു, ചിലത് ചെയ്യുകയും വേണം. അതാണ് പോസിറ്റീവും നെഗറ്റീവും. അപ്പം നമ്മൾ കുട്ടികളോട് പറയാണ് വിചാരിച്ചോളൂ, എന്താണ്? പിന്നെ അധികം TV കാണരുത്. പോസിറ്റീവായ ഒരു കാര്യമാണ് നമ്മൾ പറയണത്, പക്ഷെ നെഗറ്റീവാണ്, കാണരുത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ മൗലികാവകാശങ്ങളിൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ഇതൊരു പരിപൂർണമല്ല, ഇത് ഭേദഗതി ചെയ്യാവുന്നതാണ്. അപ്പൊ ചില മൗലിക കടമകൾ നടപ്പിലാക്കാനുള്ള നിയമവ്യവസ്ഥകളുടെ നിലനിൽപ്പ് പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്ത ഒരു കമ്മിറ്റിയാണ് വർമ്മ കമ്മിറ്റി റിപ്പോർട്ട്. ആ വർമ്മ കമ്മിറ്റി റിപ്പോർട്ടിൽ ഭരണഘടനാ ബഹുമാനം അത് വേണം എന്ന് പറഞ്ഞു. അത് മൗലിക കർത്തവ്യട്ടാ. എന്താണ്? ഭരണഘടനയെ അനുസരിക്കണം. ഒരു പൗരൻ ഭരണഘടനയെ അനുസരിക്കണം. ഒരു പൗരൻ അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും അതുപോലെ തന്നെ സ്ഥാപനം, അതുപോലെ തന്നെ ദേശീയ ഗാനം, ദേശീയ പതാക ഇവയെ ആദരിക്കുകയും വേണം. ഇത് മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട മൗലിക കടമകൾ നമ്മൾ വിശദമായി പഠിക്കുമ്പോൾ നോക്കേണ്ടതാണ്. ഇപ്പം മൗലിക കടമകൾ വിശദമായി പഠിക്കുമ്പോൾ ഒന്നാമത്തെ എന്ന് പറയാൻ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒന്നാമത്തെ ഒരു മൗലിക കടമയായിട്ട് എന്താണ്? ഭരണഘടനാ ബഹുമാനമാണ്. ഭരണഘടന പലതും പറയുന്നുണ്ട്. നിങ്ങൾ സയന്റിഫിക് സ്പിരിറ്റുള്ള ആളുകളായിരിക്കണം. അപ്പോ ഭരണഘടനാ ബഹുമാനം എന്ന് പറഞ്ഞാൽ ഭരണഘടനയെ അനുസരിക്കണം. അതുപോലെ ആദർശം, സ്ഥാപനം, ദേശീയ ഗാനം, ദേശീയ പതാക ഇവയെ ആദരിക്കണം. അപ്പോ ഒരു മൗലിക കർത്തവ്യം ഓർത്തോളൂ, അതെന്താണ്?
ഭരണഘടനയോട് ബഹുമാനം വേണം കേട്ടോ. ഭരണഘടനയോട് ബഹുമാനം വേണം, ഭരണഘടനയെ അനുസരിക്കണം. ഭരണഘടന എന്ന് പറയുമ്പോൾ അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും, ഇപ്പം അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ്, ഭരണഘടനാ സ്ഥാപനങ്ങളോട് ആദരവ് വേണം. PSCയോട് ആദരവ് വേണം. പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ജില്ലാ ആസൂത്രണ സമിതി ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. എന്നാൽ സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ അല്ലെങ്കിൽ ദേശീയ ആസൂത്രണ കമ്മീഷനൊന്നും ഭരണഘടനാ സ്ഥാപനങ്ങളല്ല. ജില്ലാ ആസൂത്രണ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഓർക്കണേ, ഭരണഘടനാ സ്ഥാപനങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ജില്ലാ ആസൂത്രണ കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമാണ്. എന്നാൽ സംസ്ഥാന ആസൂത്രണ കമ്മീഷനോ ദേശീയ ആസൂത്രണ കമ്മീഷനോ ഭരണഘടനാ സ്ഥാപനമല്ല. നീതി ആയോഗ് ഒരു അഡ്വൈസറി സമിതിയാണ്, ഒരു ഉപദേശക സമിതിയാണ്. എന്നാൽ PSC, ദേശീയ പട്ടികജാതി കമ്മീഷൻ, അതിന് വകുപ്പുണ്ട് 348. ദേശീയ പട്ടികവർഗ കമ്മീഷൻ 348, ദേശീയ പട്ടികജാതി കമ്മീഷൻ 348, പട്ടികവർഗ കമ്മീഷൻ 348A, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ 348B. ആദരവ് വേണം ഈ സ്ഥാപനങ്ങളോട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 243K, ആദരവ് വേണം. ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ് കോടതികൾ, നിയമസഭകൾ. ഇതിനോടൊക്കെ നമുക്ക് പൗരൻ ആദരവ് വേണം. അപ്പോൾ ഭരണഘടനയുടെ ആദർശം, ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ആദർശമാണ് മതേതരത്വം, സോഷ്യലിസം, അല്ലേ? പരമാധികാരം, രാജ്യത്തിൻ്റെ പരമാധികാരം. ഇതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള അതിൻ്റെ ആദർശം, അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, ദേശീയ ഗാനം, അതുപോലെ തന്നെ പതാക, ഇതിനോടൊക്കെ ആദരവ് വേണം. ഭരണഘടന അനുസരിക്കണം. അടുത്തത് സ്വാതന്ത്ര്യ സമര ആദർശങ്ങളുണ്ട്. സ്വാതന്ത്ര്യ സമര ആദർശങ്ങൾ. ആ സ്വാതന്ത്ര്യ സമര ആദർശങ്ങളിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഉത്തേജനം പകർന്ന ഉന്നത ആദർശങ്ങളെ പിന്തുടരണം. അപ്പൊ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദർശങ്ങൾ എന്തെല്ലാമായിരുന്നു? സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഉന്നത ആദർശങ്ങളുണ്ട്, അതിനെ പിന്തുടരണം എന്ന് പറയുന്നു. പരമാധികാര സംരക്ഷണം, പരമാധികാരം സംരക്ഷിക്കണം, ഒരു പൗരന്റെ മൗലിക കർത്തവ്യമാണ്. ഇന്ത്യയുടെ പരമാധികാരം, അഖണ്ഡത, ഐക്യം. ഇന്ത്യയുടെ പരമാധികാരം, അഖണ്ഡത, ഐക്യം എന്നിവയെ എന്ത് ചെയ്യണം? പിന്തുടരണം, അല്ലേ? ഇനി അടുത്തതേതാ? അടുത്തത് വരുമ്പോ നാലാമത്തേതാ? രാഷ്ട്രസേവനം. രാജ്യരക്ഷാപ്രവർത്തനത്തിനും രാഷ്ട്രസേവനത്തിനുമായിട്ട് സജ്ജരായിരിക്കണം. രാജ്യരക്ഷാപ്രവർത്തനം നമ്മളോട് ആവശ്യപ്പെട്ടാലേ പട്ടാളത്ത് പോയി ചേരുന്നവണട്ടാ രാജ്യരക്ഷയ്ക്കായിട്ട്. അല്ലെങ്കിൽ എന്താണ് രാഷ്ട്രസേവനം? ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നാട്ടിൽ ചിലപ്പോൾ എന്തുണ്ടായി, ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി, വീട്ടിലിരിക്കരുത്, രാഷ്ട്രത്തെ സേവിക്കണം നമ്മൾ എന്നാണ് പറയുന്നത്. സജ്ജരായിരിക്കണം, അതിനുവേണ്ടി സജ്ജരായിരിക്കണം. അഞ്ചാമത്തേത് സാഹോദര്യം, സ്ത്രീമാന്യത. സാഹോദര്യം, സ്ത്രീമാന്യത. അതായത് മതം, നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക, മതം, ഭാഷ, പ്രദേശം, വിഭാഗം, ഇതിനതീതമായി സാഹോദര്യം. ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ സാഹോദര്യം. സ്ത്രീകളുടെ മാന്യതയെ വളർത്താൻ ശ്രദ്ധിക്കുക, സ്ത്രീകളുടെ മാന്യതയെ വളർത്താൻ ശ്രമിക്കുക. ഓക്കെ, സ്ത്രീകളുടെ മാന്യതയെ വളർത്താൻ ശ്രമിക്കണം നമ്മൾ. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഏതാണ്? അത് ഇന്ത്യയുടെ മഹത്തായ, അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകം. ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകം, സാംസ്കാരിക പൈതൃകവുമായി ബന്ധപ്പെട്ടതാണ്. സാംസ്കാരിക പൈതൃകം, ഇന്ത്യയുടെ മഹത്തായ പൈതൃകത്തെ ബഹുമാനിക്കണം. ഇന്ത്യയുടെ മഹത്തായ പൈതൃകത്തെ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം, കാത്തു സൂക്ഷിക്കണം. മറ്റൊന്ന് അതുമായി ബന്ധപ്പെട്ട് വരുന്നത് പരിസ്ഥിതി സംരക്ഷണമാണ്. പരിസ്ഥിതി സംരക്ഷണം ഇതൊക്കെ SCERT ബുക്കിലുണ്ട്. പരിസ്ഥിതി സംരക്ഷിക്കണം, മെച്ചപ്പെടുത്തണം, സംരക്ഷിക്കണം.
മെച്ചപ്പെടുത്തണം, ജീവികളോട് അനുകമ്പ കാണിക്കണം, ജീവികളോട് അനുകമ്പ കാണിക്കണം. അടുത്തത് വരുമ്പോ ശാസ്ത്രീയ മനോഭാവം. കണ്ടുവോ? ഒരു ശാസ്ത്രീയ മനോഭാവം വേണം. ഇന്ത്യൻ പൗരനെ ഒരു മൗലിക കർത്തവ്യമാണ് ശാസ്ത്രീയ മനോഭാവം. ശാസ്ത്രീയ വീക്ഷണം, മാനവികതയും അന്വേഷണാത്മകതയും. ശാസ്ത്രീയ വീക്ഷണം വേണം, മാനവികത വേണം, അന്വേഷണാത്മകത വേണം. എത്ര നല്ല മൗലിക കർത്തവ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്ലേ? വല്ല തകരാറുണ്ടോ? അടുത്തത് പൊതു സ്വത്ത് സംരക്ഷിക്കണം. പൊതു സ്വത്ത് സംരക്ഷണം. ആ പൊതു സ്വത്ത് സംരക്ഷണം എന്താണ്? പൊതു സ്വത്ത് സംരക്ഷിക്കുക, അക്രമം ഉപേക്ഷിക്കുക. പൊതു സ്വത്ത് സംരക്ഷിക്കണം, അക്രമം ഉപേക്ഷിക്കണം. അടുത്തത് വ്യക്തിപരവും കൂട്ടായതുമായ മികവ്. വ്യക്തിപരം, കൂട്ടായതുമായ മികവ്. ഇത് ഭരണഘടന പൗരനോട് ആവശ്യപ്പെടുന്നുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും നിങ്ങൾ മികവ് കാട്ടണം. വെറുതെ ഇരിക്കരുത് വീട്ടിൽ പോയാ. എല്ലാ മണ്ഡലങ്ങളിലും നിങ്ങൾ മികവ് കാട്ടണം. എല്ലാ മണ്ഡലങ്ങളിലും മികവ്. എല്ലാ മണ്ഡലങ്ങളിലും നിങ്ങൾ മികവ് കാട്ടണം. രാഷ്ട്രത്തിന്റെ ഔന്നത്യത്തിന്റെ പാതയിൽ മുന്നേറാൻ സഹായിക്കണം. രാഷ്ട്രത്തിന്റെ ഔന്നത്യത്തിന്റെ പാതയിൽ മുന്നേറാൻ സഹായിക്കണം. അപ്പൊ നിങ്ങൾ വെറുതെ ഇരുന്നാൽ പോരാ. നിങ്ങൾ എല്ലാ മണ്ഡലങ്ങളിലും നിങ്ങൾ മികവ് കാട്ടാൻ രാഷ്ട്രം നിങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ രാഷ്ട്രത്തെ നിങ്ങളുടെ മികവ് കൊണ്ട് നിങ്ങളുടെ സമൂഹത്തിന് നിങ്ങൾക്കും ഗുണമുണ്ടാവും. അടുത്തത് കുട്ടികളുടെ വിദ്യാഭ്യാസം. കുട്ടികളുടെ വിദ്യാഭ്യാസം. ആ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ 86-ാം ഭരണഘടനാ ഭേദഗതി, ആ 86-ാം ഭരണഘടനാ ഭേദഗതി റൈറ്റ് ടു എഡ്യൂക്കേഷൻ അതും കൂടി ചേർക്കപ്പെട്ടു. ഓരോ രക്ഷിതാവും, ഓരോ പേരന്റും എന്ത് ചെയ്യണം? 6 മുതൽ 14 വയസ്സിനിടയിലുള്ള കുട്ടികൾ, ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യണം? വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കണം. സോ എത്ര മൗലികാവകാശങ്ങൾ? 11 മൗലികാവകാശങ്ങൾ. തുടക്കത്തിൽ എത്ര മൗലികാവകാശം? 10 മൗലികാവകാശം. 1977 42-ാം ഭരണഘടനാ ഭേദഗതി സ്വരൺ സിംഗിന്റെ ശുപാർശ പ്രകാരം ആ കൊണ്ടുവന്ന മൗലിക കർത്തവ്യങ്ങളിൽ ഭാഗം 4A മൗലിക കർത്തവ്യങ്ങളിൽ 10 ഉണ്ടായിരുന്നുള്ളൂ. 11ാമത്തേത് വരുന്നത് 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ആ 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്തു വരുന്നു? കുട്ടികൾക്ക് റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ആ കുട്ടികളുടെ വിദ്യാഭ്യാസം 6 മുതൽ 14 വരെയുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷാകർത്താവിന്റെ കടമയാണ്. അത് നമുക്കറിയാം. ഇന്ന് നമുക്കറിയാം അതൊരു മൗലികാവകാശമാണ്. 6 മുതൽ 14 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം എന്നൊരു മൗലികാവകാശമാണ്. പക്ഷേ രക്ഷാകർത്താവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു മൗലിക കർത്തവ്യമാണ് അവർക്ക് അതിനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളത്. ആ വയസ്സൊന്ന് ഓർത്തു വയ്ക്കുക. 6 മുതൽ 14 വരെയാണ്. ആ ഭേദഗതി ഒന്ന് ഓർത്തു വയ്ക്കുക. 86 ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ഓർക്കേണ്ടതാണ്, അത് 11ാമത്തേത് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. 10ാമത്തേത് നിങ്ങൾ എന്താണ്? എല്ലാ മണ്ഡലങ്ങളിലും നിങ്ങൾ മികവ് പുലർത്തണം എന്നാണ് ആവശ്യപ്പെടുന്നത് കേട്ടോ. എല്ലാ മണ്ഡലങ്ങളിലും നിങ്ങൾ മികവ് പുലർത്തണം എന്ന് ആവശ്യപ്പെടുന്നു. അത് അങ്ങനെ രാഷ്ട്രത്തിന്റെ ഔന്നത്യത്തിന്റെ പാതയിൽ മുന്നേറാൻ അത് രാജ്യത്തെയും നിങ്ങളെയും സഹായിക്കും. പൊതു സ്വത്ത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ മൗലിക കർത്തവ്യമാണ്. അക്രമം ഉപേക്ഷിക്കണം. ശാസ്ത്രീയ മനോഭാവം വേണം നമുക്ക്. ശാസ്ത്രീയ മനോഭാവം, ഒരു ശാസ്ത്രീയ വീക്ഷണം വേണം. അത് മാനവികതയിൽ അടിസ്ഥാനപ്പെടുത്തിയതായിരിക്കണം. ഒരു അന്വേഷണാത്മകത വേണം പൗരന്. ഇൻക്വിസിറ്റീവ് ആയിരിക്കണം നിങ്ങൾ. ഒരു അന്വേഷണാത്മകത, എന്താണ് സത്യം എന്നറിയാനുള്ള ഒരു താല്പര്യം, ഒരു ശാസ്ത്രീയ വീക്ഷണം, മാനവികതയിൽ ഊന്നിയ ഒരു ശാസ്ത്രീയ വീക്ഷണം വേണമെന്ന് നമ്മുടെ ഭരണഘടന ആവശ്യപ്പെടുന്നുണ്ട്. പരിസ്ഥിതി സംരക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. പരിസ്ഥിതിനെ മെച്ചപ്പെടണം, ജീവികളോട് അനുകമ്പ കാണിക്കണം, മൗലിക കർത്തവ്യമാണ്. സാംസ്കാരിക പൈതൃകങ്ങൾ, മഹത്തായ പൈതൃകം കാത്തു സൂക്ഷിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ സാഹോദര്യവും സ്ത്രീ മാന്യതയും,
അതായത് ഇന്ത്യയിലെ ജനങ്ങളെ, നിങ്ങൾ തമിഴനാണെങ്കിലും ഗുജറാത്തി ആണെങ്കിലും ഏത് ജാതിയാണെങ്കിലും ഏത് മതമാണെങ്കിലും നിങ്ങൾ അവരെ സഹോദരന്മാരായിട്ട് കാണാൻ ആവശ്യപ്പെടുന്നു. രാജ്യം നിങ്ങളോട് ആവശ്യപ്പെടുന്നതാണ്. മാത്രമല്ല സ്ത്രീകളോട് മാന്യത കാണിക്കണം. സ്ത്രീകളോട് മാന്യത കാണിക്കണം. രാജ്യരക്ഷാപ്രവർത്തനം, രാഷ്ട്രസേവനം, ആ രാജ്യരക്ഷാപ്രവർത്തനത്തിനും രാഷ്ട്രപ്രവർത്തനത്തിനും സജ്ജരായിരിക്കണം നമ്മൾ. രാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കണം. അതിൻ്റെ അഖണ്ഡത, ഐക്യം അത് സംരക്ഷിക്കാൻ, കാത്തു സൂക്ഷിക്കാനും ആര് ബാധ്യസ്ഥരാണ്? ഒരു പൗരൻ ബാധ്യസ്ഥരാണ്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഉന്നത ആദർശങ്ങൾ പിന്തുടരേണ്ടതുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഉന്നത ആദർശങ്ങൾ: ഭരണഘടനയോട് ബഹുമാനം വേണം. അതിൻ്റെ സ്ഥാപനങ്ങളോടും ആദർശങ്ങളോടും ആദരവ് വേണം. ദേശീയ ഗാനത്തോടും ദേശീയ പതാകയെയും നമ്മൾ ആദരിക്കേണ്ടതുണ്ട്. ഇത്രയുമാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി മൗലിക കർത്തവ്യങ്ങൾ പോസിറ്റീവോ നെഗറ്റീവോ ആവാം, അത് പരിപൂർണമല്ല. അത് വർമ്മ കമ്മിറ്റി ഇതിൽ നടപ്പിലാക്കേണ്ടാത്ത ചിലത് വർമ്മ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ച കമ്മിറ്റിയാണ്. എന്നാൽ സ്വരൻ സിംഗ് കമ്മിറ്റിയാണ് മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി വന്നിട്ടുള്ള കമ്മിറ്റി. ഇപ്പോൾ സ്വരൻ സിംഗ് കമ്മിറ്റീനെയാണ് പ്രധാനമായിട്ട് ഓർക്കേണ്ടത്. 11 എണ്ണമാണ്. ഭാഗം 4A ആർട്ടിക്കിൾ 51A നിലവിൽ വന്നത് 1977 ജൂൺ 3 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. അന്ന് 10 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. 86 11ാമത്തെ ഭരണഘടനാ ഭേദഗതി വന്നത്. 6 മുതൽ 14 വരെ ഉള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഒരുക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കൽ രക്ഷിതാക്കളുടെ കടമയായിട്ട് മാറി. ഇപ്പം മൗലിക കടമകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ ജസ്റ്റിഫയബിൾ അല്ല, പക്ഷേ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. അതായത് ന്യായവാദാർഹമല്ല, ജസ്റ്റിഫയബിൾ അല്ല, നിർദ്ദേശക തത്വങ്ങൾ പോലെ തന്നെ. എന്നാൽ മൗലികാവകാശങ്ങൾ ജസ്റ്റിഫയബിൾ ആണ്. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകളുടെ നോട്ട് കിട്ടാൻ, ഇതുമായി ബന്ധപ്പെട്ട എക്സാമുകളൊക്കെ തന്നെ ദിവസവും നടക്കുന്നുണ്ട്. അതൊക്കെ ലഭിക്കാൻ നമ്മുടെ ടെലിഗ്രാമിൽ ചേരുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഞങ്ങൾക്ക് പെയ്ഡ് ക്ലാസ്സുകളുണ്ട്. അതിൽ ചേരണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം കേട്ടോ. ഓക്കെ.